ലോകത്ത് ശാക്തിക ചേരികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അമേരിക്കയും റഷ്യയും രണ്ട് ചേരികളായി നിൽക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ആശങ്കയാണ്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണം, ശക്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അമേരിക്കയ്ക്കുണ്ട്, ഒപ്പം റഷ്യയ്ക്കുമുണ്ട്. ഇപ്പോൾ ഗസയിലെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ കൃത്യമായ ഇടപെടൽ കൂടിയാണ്, അല്ലെ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമേജ് ലോക രാജ്യങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണം. അതിനു വേണ്ടിയിട്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ട്രംപിന് ഇടപെടാൻ സാധിക്കും. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്, അതിനുള്ള കാരണം ഒരുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടെന്ന് റഷ്യ തന്നെ ഔദ്യോഗികമായി പറയുകയാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ യുദ്ധത്തിലാണെന്നുള്ളതാണ്. സത്യത്തിൽ യൂറോപ്പ് യുദ്ധത്തിലൊന്നും അല്ല. പക്ഷേ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഉക്രൈന് സൈനികപരമായി സാമ്പത്തികപരമായിട്ടൊക്കെ സഹായം ഈ യൂറോപ്പാണ് നൽകുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ വലിയ അനിശ്ചിതത്വം, അതായത് കഴിഞ്ഞ 80 വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ ഈ സമാധാനത്തിന് വലിയ ഭംഗമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ US-ൻ്റെ സുരക്ഷ ഉറപ്പ് നൽകുന്ന കാര്യത്തിൽ എല്ലായ്പ്പോഴും അമേരിക്ക പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നാണ് യൂറോപ്പ് പറയുന്നത്. അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പുടിൻ്റെ നിർദ്ദേശങ്ങൾ ഏകപക്ഷീയമായിട്ട് ഉക്രൈൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചു. അതോടുകൂടി നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകന്നു. അതിന് സമാനമായ സാഹചര്യം ഇപ്പം ജർമ്മൻ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിക് മേഴ്സ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ യുദ്ധത്തിലല്ല, എന്നാൽ സമാധാനത്തിലുമല്ല. അപ്പോൾ യുദ്ധത്തിലല്ല, പക്ഷേ സമാധാനവും ഇല്ല എന്ന് ജർമ്മൻ ചാൻസലർക്ക് തന്നെ പറയേണ്ടി വരുന്നത് അവിടുത്തെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇത് മുമ്പ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പ്, അതായത് തൊട്ട് തലേ ദിവസം സർ എഡ്വേർഡ് ഗ്രേ പറഞ്ഞിരുന്നു, അതായത് ലോകത്തുടനീളം വിളക്കുകൾ, ലോകത്തെന്ന് പറഞ്ഞാൽ യൂറോപ്പാണ് ഉദ്ദേശിച്ചത്, യൂറോപ്പിലുടനീളം വിളക്കുകൾ അണയുന്നു. ആ പ്രസ്താവനയോട് ഇതിനെ കൂട്ടി വായിക്കണം. അതായത് യുദ്ധസമാനമായ സാഹചര്യമുണ്ട് എന്നാണ് അർത്ഥം. അപ്പം ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗസ യുദ്ധം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പറയുന്ന ഉക്രൈനുമായിട്ടുള്ള വാറും അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അന്ന് ചില ഉടമ്പടികളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ആ ഉടമ്പടികൾ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടില്ല. അപ്പം അമേരിക്കയുമായിട്ടുള്ള ബന്ധം തകർക്കാനായിട്ട് യൂറോപ്യൻ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സഹായിയായിട്ടുള്ള കിറിൽ ദിമിത്രേവ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനും ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ഈ അലാസ്കയിൽ നടന്നത്. പക്ഷേ അതിനെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ പാര വെച്ച് ഇല്ലാതാക്കുകയായിരുന്നു. അന്ന് ഇതിനൊക്കെ നേതൃത്വം നൽകിയ സ്റ്റീവ് വിറ്റ്കോഫിന് ഇപ്പം പഴയതുപോലെ സ്വാധീനമില്ല, പഴയതുപോലെ ഒരു ഉണർവുണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത്. പക്ഷേ റഷ്യ പറയുന്നു അങ്ങനെയല്ല. ന്യൂയോർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ബിസിനസ്സുകാരനാണ് ഈ പറയുന്ന സ്റ്റീവ് വിറ്റ്കോഫ്. ഈ വിറ്റ്കോഫിൻ്റെ ആശയത്തിനനുസരിച്ചാണ് ഗസയിൽ സമാധാന ഉടമ്പടി വന്നത് എന്ന് പറഞ്ഞാൽ വിറ്റ്കോഫാണ് ഈ ഗസ സമാധാന ചർച്ചയുടെ പിന്നിലെ പ്രധാന ശില്പി, അല്ലെ പ്രധാന ചർച്ചക്കാരൻ. ഇത് റഷ്യ അംഗീകരിക്കുകയാണ്, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ട്രംപിൻ്റെ ഈ ഇടപെടൽ വളരെ പോസിറ്റീവാണെന്നും ട്രംപിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും റഷ്യ പറയുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ച ഈ വിറ്റ്കോഫിൻ്റെ നിലപാടുകൾ ശരിയായിരുന്നു, ഇത് ഞങ്ങളും അംഗീകരിക്കുന്നു. സ്റ്റീവ് വിറ്റ്കോഫിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും നേരിട്ട് ന്യായീകരിക്കുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ റഷ്യൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള സെർജി റിയാബ്സ്കോവും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഉക്രൈനുമായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കരുത്, അവർക്ക് ആയുധങ്ങളും പണവും ഒക്കെ നൽകി അവിടെ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കണം. ഇത് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് റഷ്യൻ ഭരണകൂടം പറഞ്ഞു വെക്കുന്നതിൽ അർത്ഥം. അപ്പോൾ രണ്ട് ശാക്തിക ചേരികളിലായിട്ട് റഷ്യയും അമേരിക്കയും എപ്പോഴും രണ്ട് പക്ഷത്തും നിലകൊള്ളണം. ഇരുവരും തമ്മിൽ സമാധാനം ഉണ്ടാകരുത്. അലാസ്ക ഉടമ്പടി തീരുമാനമാകാതെ പിരിഞ്ഞുപോയി, അതാണ് ഇവർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. റഷ്യ നേരത്തെ പോളണ്ടിന് നേരെ ഒരു ആക്രമണം നടത്തി. അന്ന് 20ഓളം ഡ്രോണുകളാണ് പോളണ്ടിലേക്ക് ചെന്നത്. അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം കുറേ ഡ്രോണുകളെയൊക്കെ തകർത്തു. അപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം എന്ന് പറയുന്നത് യൂറോപ്പിലേക്കുള്ള ആക്രമണത്തിൻ്റെ തുടക്കമാണ്. ഇനി ബ്രിട്ടനെ ആക്രമിക്കാം, ഡെൻമാർക്കിനെ ആക്രമിക്കാം, എന്തിന് ബാൾട്ടിക് രാജ്യങ്ങളെ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ
ട്രംപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ എതിരെയുള്ള വിമർശനങ്ങളെ റഷ്യ ശക്തമായിട്ട് തള്ളിക്കളയുന്നു എന്നതിൻ്റെ അർത്ഥം റഷ്യയ്ക്ക് അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ സമാധാന ചർച്ചകളിൽ അമേരിക്ക കാണിക്കുന്ന ഈ ഇടപെടലിനെ റഷ്യ വളരെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്താൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും പറയാൻ പറ്റത്തില്ല, അതിൻ്റെ തീയതിയും നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയിലൂടെ ഒരു വലിയ പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മോസ്കോയിൽ നിന്ന് അമേരിക്കൻ അംബാസഡറെ തിരിച്ചു വിളിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് വരെ അവിടെ അമേരിക്ക അംബാസഡറെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പുതിയ ആളെ അവിടെ നിയോഗിക്കാം, അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. നമുക്കറിയാം, നേരത്തെ സെലൻസ്കിയും പുടിനും തമ്മിലൊരു ചർച്ച നടത്താൻ വേണ്ടി ട്രംപ് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ പുടിൻ അമ്പിനും വില്ലിനും അടുത്തില്ല. കാരണം സെലൻസ്കിയായിട്ട് ഇപ്പോൾ ചർച്ചയ്ക്കില്ല, കാരണം ഉക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അതികഠിനമായ ശൈത്യം വരും. ഈ ശൈത്യം വന്നു കഴിഞ്ഞാൽ ഉക്രൈന് നേരെ റഷ്യ ആക്രമണം കടുപ്പിക്കുകയും അവിടുത്തെ പവർ ഗ്രിഡുകൾ, വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകർക്കുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഉക്രൈൻ അവിടുത്തെ പവർ ഗ്രിഡുകളെ പല ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചില സമയത്ത് വൈദ്യുതി ഓഫ് ചെയ്യുന്നു, പിന്നീട് വൈദ്യുതി ഓൺ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് ചില നീക്കങ്ങൾ നടത്തുന്നു. കാരണം റഷ്യ ഉക്രൈനെ ഈ ശൈത്യകാലത്ത് ആക്രമിച്ചാൽ അവിടെ വൈദ്യുതി ഇല്ലാതെ അല്ലെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടും. ആ സമയത്ത് ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ രാജ്യങ്ങൾ രംഗത്ത് വരണം. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകണം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണം. ഇതൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം. മാത്രമല്ല, ഈ പോളണ്ടിനെ ആക്രമിച്ചതിന് ശേഷം പിന്നീട് ഡെൻമാർക്കിലേക്ക്, നോർവേയിലേക്ക്, ജർമ്മനിയിലേക്കൊക്കെ കുറച്ച് ഡ്രോണുകൾ വന്നു. ഇതിന് പിന്നിൽ റഷ്യയാണെന്നാണ് യൂറോപ്പ് ആരോപിക്കുന്നത്. പക്ഷേ റഷ്യ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. എന്തായാലും റഷ്യയുടെ ലക്ഷ്യം നമുക്കറിയാം, പോളണ്ടിനെയും റൊമാനിയയും അതുപോലെ തന്നെ ബാൾട്ടിക് രാജ്യങ്ങളെയും ഒക്കെ കീഴടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അമേരിക്ക എതിര് വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗസയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് എടുത്ത നിലപാടുകൾ, അതിന് ചരട് വലിച്ച വിറ്റ്കോഫിൻ്റെ നിലപാടുകളൊക്കെ തന്നെ പ്രശംസനീയമാണ്. എപ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾക്ക് തുല്യമായിട്ടാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ വാക്കുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വിറ്റ്കോഫിനെ തള്ളിപ്പറയുമ്പോഴാണ് റഷ്യ അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടം വിറ്റ്കോഫിനൊപ്പമാണ് അല്ലെങ്കിൽ ട്രംപിനൊപ്പമാണെന്ന നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ ഐക്യത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ചില യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചു പോകുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ സമാധാന ശ്രമങ്ങളെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ വളരെയധികം പ്രശംസിക്കുന്നത്. ഇനി ഈ സെലൻസ്കി വെള്ളിയാഴ്ചയോ മറ്റോ അമേരിക്കയിലെത്തി ട്രംപിനെ കാണാനിരിക്കുകയാണ്. കാരണം ടോമഹോക്ക് എന്ന് പറയുന്ന മിസൈൽ, അതായത് വലിയ മാരകശേഷിയുള്ള മിസൈൽ ഒരു പക്ഷേ അമേരിക്ക ഉക്രൈന് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൊടുത്താൽ വീണ്ടും ഒരു ഉക്രൈൻ റഷ്യ വാർ കൂടുതൽ കടുക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുടിൻ ഇപ്പോൾ ഒരു അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ശൈത്യകാലത്തൊന്നും ഞങ്ങൾ ആക്രമണം നടത്തുന്നില്ല. അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ച എന്ന നിലയിൽ അന്ന് തെറ്റിപ്പോയ ചില ഉടമ്പടികൾ വീണ്ടും ചർച്ച ചെയ്യാമെന്നാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്ലെ റഷ്യൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മാത്രമല്ല, യൂറോപ്പ് മുഴുവൻ അമേരിക്കയ്ക്കെതിരായിട്ട് നിൽക്കുകയും റഷ്യ അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ജിയോ പൊളിറ്റിക്സിൽ വലിയ വേർതിരിവുകൾ ഉണ്ടാകുന്നു. നമുക്കിനി അറിയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചതുപോലെ പുടിനെയും സെലൻസ്കിയെയും ഒന്നിച്ചിരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ യുദ്ധവും അവസാനിപ്പിക്കുമോ? അങ്ങനെ അവസാനിപ്പിച്ചാൽ അമേരിക്കയും റഷ്യയും തമ്മിൽ മുമ്പുണ്ടായിരുന്നതുപോലെ ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ഇപ്പോഴുണ്ടാകുന്ന ലോകത്തെ അസ്വസ്ഥതകൾക്ക് വലിയൊരളവിൽ പരിഹാരമുണ്ടാകും. അത്തരം ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് സമാധാന പ്രേമികളും ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.